നമസ്കാരം. സകലമാന വാർത്തകളുമായി സകലമാന കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. അനാസ്ഥയുടെ നേർക്കാഴ്ചയായി ഇടുക്കി കുടയത്തൂരിലെ പാലങ്ങൾ. പരിമിതികൾ വിനോദസഞ്ചാര വികസനത്തെയും ബാധിക്കുന്നുവെന്ന് നാട്ടുകാർ. പുതിയ സംരംഭവുമായി കാസർഗോഡ് മടക്കരയിലെ കുടുംബശ്രീ പ്രവർത്തകർ. മത്സ്യ സംസ്കരണ വിപണന കേന്ദ്രം വിജയമാക്കാൻ കൂട്ടായ്മ. വടക്കൻ കേരളത്തിൽ പൂരോത്സവക്കാലം. പാരമ്പര്യ തനിമയിൽ ചങ്ങാത്തം ചോദിക്കൽ. ആനയിറങ്കൽ ജലാശയത്തിൽ ബോട്ടിംഗ് നിലച്ചിട്ട് മാസങ്ങൾ. വിനോദസഞ്ചാരികൾക്ക് നിരാശ. പദ്ധതി പുനരാരംഭിക്കാത്തതിന് പിന്നിൽ വനം വകുപ്പെന്ന നാട്ടുകാർ. വിശദമായ വാർത്തകൾ നോക്കാം. വികസന കാഴ്ചപ്പാടില്ലാതെയുള്ള നിർമ്മാണങ്ങൾ ഒരു പ്രദേശത്തിന്റെ ദുരിതമായി മാറുന്നതിന്റെ നേർക്കാഴ്ചയാണ് തൊടുപുഴയ്ക്കടുത്ത കുടയത്തൂർ പഞ്ചായത്തിലെ 3 പാലങ്ങൾ. ടൂറിസം സാധ്യതകൾ ഏറെയുള്ളതും സിനിമാ വ്യവസായത്തിന്റെ ഇഷ്ട ലൊക്കേഷനുകളിൽ ഒന്നുമായ പ്രദേശമാണ് ഇത്. മലങ്കര ജലാശയത്തിന്റെ ഭാഗമായ കൊളപ്ര, കുടയത്തൂർ, വയനക്കാവ് എന്നിവിടങ്ങളിലാണ് ദീർഘവീക്ഷണമില്ലായ്മയുടെ ഈ പ്രത്യക്ഷ ഉദാഹരണങ്ങൾ. ആവശ്യത്തിന് വീതിയുമില്ല. എതിർദിശകളിൽ നിന്ന് 2 വാഹനങ്ങൾ വന്നാൽ കടന്നു പോകാനുമാകില്ല. ഒരറ്റത്തു നിന്ന് നോക്കിയാൽ മറുവശം കാണാനാകില്ല. ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്രയമാകേണ്ട തൊടുപുഴയ്ക്കടുത്ത് കുടയത്തൂർ പ്രദേശത്തെ 3 പാലങ്ങളുടെ അവസ്ഥയാണിത്. ഇതിൽ കുടയത്തൂർ, കോളപ്ര പാലങ്ങളിലൂടെ ചെറുവാഹനങ്ങൾക്കല്ലാതെ പ്രവേശനമില്ല. വയനക്കാവ് പാലത്തിലൂടെയാണെങ്കിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമേ കടന്നുപോകാനാകൂ. ഈ 3 പാലങ്ങളെ കൊണ്ടുമുള്ള ഗതാഗത പരിമിതിക്ക് കയ്യും കണക്കുമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. മറുവശം കാണാനാകാത്തതിനാൽ സിഗ്നൽ ലൈറ്റിന്റെ അടിസ്ഥാനത്തിലാണ് പാലത്തിലേക്ക് വാഹനങ്ങളുടെ പ്രവേശനം. ഇടയ്ക്കിടയ്ക്ക് സിഗ്നൽ തെളിയാത്തതുമൂലം യാത്രക്കാർ തമ്മിൽ വാക്കേറ്റവും പതിവാണ്. ഈ പാലത്തിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണം, അല്ലെങ്കിൽ അതിന്റെ ഒരു വീതിയില്ലായ്മ കാരണം ശരിക്കും ഈ ഭാഗത്തേക്കുള്ള ജനങ്ങളുടെ സുഗമമായ ഗതാഗതത്തിന് ഇന്ന് തടസ്സമാണ്. കുടയത്തൂർ പാലവും കോളപ്പുറം പാലവും ഇന്ന് പ്രവർത്തിക്കുന്നത്, അല്ലെ അതിൽ വാഹനങ്ങൾ പോകുന്നത് ശരിക്കും സിഗ്നൽ സംവിധാനത്തിലൂടെയാണ്. ആ സിഗ്നൽ സംവിധാനം പലപ്പോഴും കേടായിരിക്കുന്ന സമയത്തും ആൾക്കാർ പാലത്തേക്ക് കയറുന്നു. ഒരു വശത്തേക്ക് മാത്രമേ വാഹനങ്ങൾക്ക് പോകാനുള്ള സംവിധാനങ്ങളുള്ളൂ. ആ സിഗ്നൽ സംവിധാനം കേടാകുന്ന സമയത്ത് പാലത്തെ തർക്കമുണ്ടായി. കൂടുതൽ വിഷയങ്ങളിലേക്ക് എപ്പോഴും തർക്കങ്ങൾ, നാട്ടുകാരും യാത്രക്കാരും ഒക്കെ ആയിട്ട് തർക്കങ്ങളുണ്ടാകുന്നു. പ്രദേശത്തെ വിനോദസഞ്ചാര മേഖലയുടെ വളർച്ചയെയും പാലങ്ങളുടെ പരിമിതി പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. കാലത്തിനനുസരിച്ചുള്ള നാടിന്റെ പുരോഗതിയെ പോലും തടസ്സപ്പെടുത്തുന്ന അവസ്ഥയാണിപ്പോൾ. ഈ പാലത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ വീതിയില്ലായ്മയാണ്. അപ്പം ആലക്കോട് വെള്ളിയാമറ്റം ഭാഗത്തേക്ക് കൊളപ്പുരയിൽ നിന്നും നമുക്ക് പോകാനുള്ള ഏക മാർഗമാണ് ഈ പാലം. പക്ഷേ 2 വശത്തു നിന്നും വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ കടന്നു പോകാൻ പറ്റില്ല. ഇരുവശത്തേക്കും സുഗമമായി ഗതാഗതം സാധ്യമാക്കുന്ന ഒരു പാലമെങ്കിലും ഇവിടെ യാഥാർത്ഥ്യമാകണമെന്നാണ് ആവശ്യം. ഇതിനായി ജനപ്രതിനിധികളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഇടപെടലാണ് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് ചെറുവത്തൂർ മടക്കരയിൽ കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഡ്രൈ ഫിഷ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് മത്സ്യ സംസ്കരണ വിപണന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. 2023-24 വർഷത്തെ വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഡ്രൈ ഫിഷ് യൂണിറ്റ് അനുവദിച്ചത്. 4 യൂണിറ്റുകൾക്കായി 7 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് വകയിരുത്തിയത്. സംരംഭകർക്ക് 1.5 ലക്ഷം രൂപ സബ്സിഡി ലഭിക്കും. ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 7 ലക്ഷം രൂപയാണ് വനിതാ സ്വയം സഹായ സംഘം എന്ന രീതിയിലേക്ക്, സംരംഭക യൂണിറ്റ് എന്ന രീതിയിലേക്ക് നമ്മൾ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് വിവിധങ്ങളായ സംരംഭക യൂണിറ്റ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ സബ്സിഡി എന്ന രീതിയിലേക്കാണ് 1.5 ലക്ഷം രൂപ ഈ ഡ്രൈ ഫിഷ് യൂണിറ്റിന് നമ്മൾ നൽകുന്നത്. പഞ്ചായത്തിൻ്റെ വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇതിന് വേണ്ടുന്ന സഹായങ്ങളൊക്കെ നൽകുന്നത്. 4 സംരംഭക യൂണിറ്റാണ് ഇതോടുകൂടി നമ്മൾ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഇതേപോലെ ചെയ്തിട്ടുണ്ട്. വ്യക്തികൾക്കാണ് കൊടുത്തത്. ഇപ്രാവശ്യം ഗ്രൂപ്പുകൾക്ക് എന്ന രീതിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഷൈനി, രജിത, ഇന്ദിര, വിജി, ദിവ്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് കാവഞ്ചിറ ഡ്രൈ ഫിഷ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. അയല, മത്തി, ചൂര, ചെമ്മീൻ, നത്തോലി തുടങ്ങിയ മത്സ്യങ്ങളാണ് ഇവിടെ ഉണക്കി വിൽപ്പന നടത്തുന്നത്. ഇലക്ട്രിക് ഡ്രയർ ഉപയോഗിച്ച് ഒരു ദിവസം കൊണ്ട് തന്നെ ഉണക്ക മത്സ്യം ഉണ്ടാക്കാൻ സാധിക്കും. മീനെടുത്തിട്ട് അത് 1-2 ദിവസത്തിനുള്ളിൽ, മെഷീനാകുമ്പോൾ നമുക്ക് ഒറ്റൊരു ദിവസത്തോടെ തന്നെ ചെയ്യാൻ പറ്റും. അതെടുത്ത് ഉണക്കിയിട്ട് അത് വിപണനം ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നടത്തുന്നത്. ജീവിതമാർഗം എന്ന രീതിയിലേക്ക് എത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സംരംഭത്തിൽ തുടക്കം കുറിച്ചത്. തൊട്ടടുത്തു തന്നെ ഹാർബർ സ്ഥിതി ചെയ്യുന്നതിനാൽ ആവശ്യാനുസരണം മത്സ്യം ലഭിക്കും. യൂണിറ്റിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള നിർവഹിച്ചു.
സി വി ഗിരീശൻ, കെ രമണി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് 18 ചെറുവത്തൂർ. പൂരോത്സവത്തിന്റെ ഭാഗമായി വടക്കൻ കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ മാത്രം നടക്കുന്ന ചടങ്ങാണ് ചെങ്ങാത്തം ചോദിക്കൽ. പൂരോത്സവം നാടിനെ അറിയിക്കുന്നതാണ് ചെങ്ങാത്തം ചോദിക്കൽ ചടങ്ങ്. കാസർഗോഡ് ചെറുവത്തൂരിൽ പാരമ്പര്യ തനിമയിൽ ഇന്നും ചടങ്ങ് നടത്തിവരുന്നുണ്ട്. പൂരക്കളി പന്തലിൽ നിന്നാണ് ബാല്യക്കാരുടെ സംഘം ആർപ്പുവിളികളുമായി യാത്ര തിരിക്കുന്നത്. ഒന്നിച്ചിറങ്ങുന്ന ബാല്യക്കാർ പിന്നീട് പല വഴിക്ക് ചെറുസംഘങ്ങളായി പിരിയും. വീടുകളിൽ കയറിയിറങ്ങുന്ന ബാല്യക്കാരെ വീട്ടുകാർ നിലവിളക്ക് തെളിച്ച് സ്വീകരിക്കും. പൂരത്തിന്റെ ആരവം ഗ്രാമങ്ങളിലേക്ക് പകർന്നേക്കുന്ന ചടങ്ങിന് ആതിഥേയത്വം വഹിക്കുവാൻ ഗ്രാമത്തിലെ ഓരോ വീടും കാത്തുനിൽക്കും. ശ്രീ നെല്ലിക്കാത്തുരുത്തി കഴകത്തിൽ തെക്കറും വടക്കറുന്ന രീതിയിലാണ് പൂരോത്സവം നടത്തിയിരുന്നത്. അതിൻ്റെ ഭാഗമായി ഈ പൂരം കൂടുന്ന അറിയിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് പഴയ സമ്പ്രദായ പ്രകാരം ആ തനിമ ചോരാതെ ഇന്നും എല്ലാ വീടുകളിലും രണ്ട് ഭാഗത്തും പോകും. ചെറുവത്തൂർ, പടന്ന, വലിയപറമ്പ പഞ്ചായത്തുകളിലും നീലേശ്വരം, കാഞ്ഞങ്ങാട് നഗരസഭകളും ഉൾപ്പെടുന്നതാണ് കഴകത്തിന്റെ പരിധി. ഓടിയും പുഴകൾ നീന്തിയുമാണ് ബാല്യക്കാർ ഇവിടെ എത്തുന്നത്. തെക്കരുടെ ഭാഗത്ത് തലക്കാട്ട് ക്ഷേത്രത്തിൽ നിന്നും മറുകരകളിലേക്ക് അരയാംതുരുത്തി തറവാട്ടിൽ നിന്നാണ് ചടങ്ങ് ആരംഭിക്കുന്നത്. തലക്കാട്ട് ക്ഷേത്രം അരയാംതുരുത്തി തറവാട് പരിധിയിലെ 5000-ഓളം വീടുകളിലാണ് ഇവർ ചങ്ങാത്തം ചോദിച്ച് ചെല്ലേണ്ടത്. പാരമ്പര്യത്തിന്റെ തനിമയിൽ ക്ഷേത്രം ബാല്യക്കാർ ചങ്ങാത്തം ചോദിച്ച് വീടുകളിലെത്തുന്നത് നെല്ലിക്കാത്തുരുത്തി, മൈച്ച ക്ഷേത്രങ്ങളിൽ മാത്രം കാണുന്ന അപൂർവതയാണ്. ന്യൂസ് 18 ചെറുവത്തൂർ. ഗ്യാപ്പ് റോഡ് പിന്നിട്ട് പെരിയ കനാലും കടന്ന് പൂപ്പാറയിലൂടെ ഒരു റോഡ് യാത്ര. ഇടുക്കിയിലെത്തുന്ന സഞ്ചാരികളുടെ മനസ്സ് കീഴടക്കും ഈ യാത്ര. ആ കാഴ്ചകൾ ഏറ്റവും മനോഹരം തേയിലച്ചെരുവുകളുമായി അതിരു പങ്കിടുന്ന ആനയിറങ്കൽ ജലാശയം തന്നെ. പക്ഷേ മനോഹര കാഴ്ചകൾ ഒരുക്കുന്ന ആനയിറങ്കലിലെ ബോട്ടിംഗ് നിലച്ചിട്ട് മാസങ്ങളായിട്ടുണ്ട്. ബോട്ടിങ്ങിനായി എത്തി നിരാശയോടെ മുടങ്ങുന്ന സഞ്ചാരികളും നിരവധിയാണ്. അരിക്കൊമ്പൻ ഉയർത്തിയ ആശങ്കകൾക്കൊപ്പമാണ് ആനയിറങ്കലിലെ ബോട്ടിംഗും നിലച്ചത്. ബോട്ടിംഗ് കാട്ടാനകൾക്ക് ശല്യമാകുന്നു എന്ന് ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി വിലയിരുത്തുകയായിരുന്നു. ഇതോടെ ബോട്ടിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചു. 9 മാസത്തോളമായിട്ടും ബോട്ടിംഗ് പുനരാരംഭിക്കാൻ നടപടിയില്ല. ഇതറിയാതെ ആനയിറങ്കലിലെത്തി നിരാശരായി മടങ്ങുന്നവർ നിരവധിയാണ്. ഞങ്ങൾ നിലവിൽ കോതമംഗലം ദേശത്ത് നിന്ന് വരുന്ന ആളുകളാണ്. നിലവിൽ ഇവിടുത്തെ ബോട്ട് സർവീസ്, ബാക്കിയുള്ള ആനയിറങ്കൽ ഡാം, ഇങ്ങനെയുള്ള സർവീസുകളെല്ലാം നേരത്തെ വന്ന് ഇവിടെ യൂസ് ചെയ്ത് പോയിരുന്ന ആളുകളാണ്. ഇപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇതൊന്നും നിലവിലില്ല. എല്ലാം വളരെ മോശമായ അവസ്ഥയിലാണ് നിലവിൽ നിൽക്കുന്നത്. തേയിലച്ചെരുവുകളെ ചുറ്റി നിൽക്കുന്ന ജലാശയത്തിലൂടെയുള്ള ബോട്ടിംഗ് അതിമനോഹര കാഴ്ചകളാണ് സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത്. മൂന്നാറിലെത്തുന്ന സഞ്ചാരികളുടെ പ്രധാന ആകർഷണമായിരുന്നു ആനയിറങ്കലിലെ ബോട്ടിംഗ്. ബോട്ടിംഗ് നിലച്ചതോടെ ലക്ഷങ്ങൾ മുടക്കി ഒരുക്കിയ ബോട്ടുകളും അനുബന്ധ സംവിധാനങ്ങളും നശിക്കുകയാണ്. തേക്കടിയിലും ഇടുക്കിയിലുമെല്ലാം കാട്ടാനകൾ ഉണ്ടെങ്കിലും ആനയിറങ്കലിൽ മാത്രം ബോട്ടിംഗ് ആനകൾക്ക് ശല്യമാകുന്നു എന്ന വിലയിരുത്തൽ പ്രദേശം വനവൽക്കരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് ആരോപണം. തേയിലച്ചെരുവുകൾക്കിടയിലൂടെ ആനയിറങ്കൽ ഡാമിന്റെ ഭംഗി ആസ്വദിച്ചൊരു ബോട്ട് യാത്ര. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളെ ഏറെ ആകർഷിച്ചിരുന്ന ബോട്ടിംഗ് നിലച്ചിട്ട് മാസങ്ങളായി. ഓരോ ദിവസവും നിരാശരായി ബോട്ടിംഗ് നടത്താതെ മടങ്ങുന്ന സഞ്ചാരികളും നിരവധിയാണ്. ആനയിറങ്കലിൽ നിന്നും പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18. പാലക്കാട് തൃത്താല കോതച്ചിറ ഗവൺമെന്റ് UP സ്കൂളിന് പുതിയ കെട്ടിടം ഒരുങ്ങുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി 1,20,00,000 രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. മന്ത്രി MP രാജേഷ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാവുന്നതോടെ മികച്ച പഠനാന്തരീക്ഷം ഒരുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഈ സ്കൂൾ അടങ്ങിയിരിക്കും എല്ലാ തിരക്കും മാറ്റിവെച്ച് വരുന്നതാണ്. 38 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായി 49,67,47,45,000 രൂപയാണ് 3 വർഷത്തിനുള്ളിൽ ലഭ്യമാക്കിയിട്ടുള്ളത്. 38 സ്കൂളുകൾ, അതിൽ 26 എണ്ണം കെട്ടിടമാണ്. 26 സ്കൂളുകൾക്ക് കെട്ടിടമാണ്, 7 സ്കൂളുകൾക്ക് ബസ്സാണ്, ബാക്കിയുള്ളവയ്ക്ക് കമ്പ്യൂട്ടർ, ഫർണിച്ചർ തുടങ്ങിയിട്ടുള്ള ഉപകരണങ്ങളാണ്. അപ്പോൾ ആകെ 49,67,45,000 രൂപ. ഇനി തൃത്താല മണ്ഡലത്തിൽ എൻ്റെ അറിവിൽ
ഫണ്ട് കിട്ടാൻ ബാക്കിയുള്ള ഒരു സർക്കാർ സ്കൂൾ നെല്ലിക്കാട്ടിരി സ്കൂളാണ്. വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതടക്കം നെല്ലിക്കാട്ടിരി അല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതുൾപ്പെടെയുള്ള സ്കൂളുകൾക്ക് അടുത്ത സാമ്പത്തിക വർഷം പ്ലാൻ ഫണ്ട് ലഭ്യമാക്കും എന്ന കാര്യവും ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇടുക്കി പൊന്മുടിയിലെ തൂക്കുപാലം ബലപ്പെടുത്തണമെന്ന ആവശ്യം. നിലവിൽ ഈ പാലത്തിലൂടെ കാൽനട യാത്രയാണ് അനുവദിച്ചിട്ടുള്ളത്. മുമ്പ് പാലത്തിലൂടെ ചെറുവാഹനങ്ങൾ കടന്നുപോയിരുന്നു. ദിവസവും നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടം കൂടിയാണ് പൊന്മുടി തൂക്കുപാലം. പൊന്മുടി അണക്കെട്ടിന് മുകളിലൂടെ വാഹന ഗതാഗതം സാധ്യമാണ്. നിരവധി വാഹനങ്ങൾ സഞ്ചാരികളുമായി പൊന്മുടി അണക്കെട്ടിലും പൊന്മുടി തൂക്കുപാലത്തിലും എത്തുന്നുണ്ട്. വളരെ മനോഹരമാണ് നമ്മുടെ പൊന്മുടിയിലെ തൂക്കുപാലം. ആയിരക്കണക്കിന് സഞ്ചാരികൾ ഓരോ ദിവസവും വന്ന് കണ്ട് പോയിക്കൊണ്ടിരുന്ന പാലമാണ്. എന്നാൽ അതിൻ്റെ ബലഹീനത നിമിത്തം ജില്ലാ കളക്ടർ അതിനകത്തുകൂടി യാത്ര ചെയ്യാൻ പാടില്ല എന്ന് ഓർഡർ ഇറക്കിയിട്ട് ഇപ്പോൾ 1 വർഷമാകാൻ പോകുന്നു. നിസ്സാര പണം മുടക്കി അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിയാൽ ഈ മേഖലയിലുള്ള മുഴുവൻ ആളുകൾക്കും ഗുണകരമായ രീതിയിൽ ആയിരക്കണക്കിന് വരുന്ന സഞ്ചാരികൾ വന്നെത്തുന്ന ഒരിടമാണ് പൊന്മുടിയിലെ തൂക്കുപാലവും പൊന്മുടി ഡാമും പരിസരവും. അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കണം. നമുക്കറിയാമല്ലോ, ഇത് ടൂറിസത്തിൻ്റെ കാലമാണ്. എവിടെ നോക്കിയാലും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ ഒഴുകിയെത്തുന്നു. അവരെ വേണ്ട രീതിയിൽ കാണിക്കുവാൻ വേണ്ട ഇഷ്ടംപോലെ വിഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. വെള്ളത്തൂലായാലും പൊന്മുടി ആയാലും ആ പോകുന്ന വഴിക്കാണെങ്കിലും ഈ തൂക്കുപാലം കാണാനായിട്ട് എന്തോരം ആളുകൾ എവിടെ നിന്നെല്ലാം വരുന്നുണ്ട്. അടിയന്തരമായിട്ട് നിർത്തിവെക്കാൻ എളുപ്പമായിരുന്നു, പുനഃസ്ഥാപിക്കാൻ ഇനി ആര് നോക്കിയാൽ നടക്കും. അതുകൊണ്ട് നിർത്തി വെക്കുന്നതിന് മുമ്പ് അതിൻ്റെ അറ്റകുറ്റപ്പണി പോലും നടത്തുവാനുള്ള പ്ലാൻ തയ്യാറാക്കാതാണ് ജില്ലാ ഭരണകൂടം ഇടപെട്ട് ആ പാലത്തിലെ ഗതാഗതം നിർത്തിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഭീമമായ നഷ്ടമാണ് ഈ മേഖലയ്ക്കുണ്ടായിരിക്കുന്നത്. കോഴിക്കോട് കൊടിയത്തൂരിൽ റോഡിന് വീതി കൂട്ടാൻ സ്ഥലം വിട്ടു നൽകി മാതൃകയായിരിക്കുകയാണ് പ്രദേശവാസികൾ. 20ഓളം കുടുംബങ്ങളാണ് റോഡിനായി സ്ഥലം വിട്ടു നൽകിയത്. കാൽനട പോലും ദുഷ്കരമായ കൊടിയത്തൂർ മണാശ്ശേരി ചുള്ളിക്കാമ്പറമ്പ് റോഡിന്റെ ഭാഗമായ കൊടിയത്തൂർ കോട്ടമ്മൽ തെയ്യത്തുംകടവ് റോഡിന്റെ ഇരുവശത്തുമുള്ള മതിലുകൾ നാട്ടുകാർ തന്നെ പൊളിച്ചു നീക്കി. വീതിയില്ലാത്ത 800 മീറ്ററോളം റോഡ് വരുന്നതോടെ നാട്ടുകാരുടെ ഏറെക്കാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമാകും. കേരള സർക്കാർ കിഫ്ബി പദ്ധതിയിൽ 36 കോടി രൂപ ചെലവഴിച്ച് നവീകരിക്കുന്ന മണാശ്ശേരി കൊടിയത്തൂർ ചുള്ളിക്കാപ്പറമ്പ് റോഡിന്റെ ഭാഗമാണെങ്കിലും വീതിക്കുറവ് മൂലം 800 മീറ്ററോളം വരുന്ന ഈ ഭാഗം നവീകരണത്തിൽ പെടാതെ കിടക്കുകയായിരുന്നു. പൊതുമരാമത്ത് റോഡായിട്ടും പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയുമായി കാൽനട യാത്ര പോലും ദുഷ്കരവുമായിരുന്നു. ഈയിടെ നേരിയ അറ്റകുറ്റപ്പണി നടന്നതോടെ ആശ്വാസമായെങ്കിലും മഴക്കാലമായാൽ കാൽനട പോലും പ്രയാസമാകും. റോഡ് 10 മീറ്റർ വീതിയിലേക്ക് ഉയർത്തി കിഫ്ബിയുടെ നവീകരണ പ്രവൃത്തിയിലേക്ക് ഈ ഭാഗവും ഉൾപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ. 20ഓളം പേരാണ് റോഡിനായി ഭൂമി വിട്ടുകൊടുത്തത്. മണാശ്ശേരിയിൽ നിന്ന് ചുള്ളിക്കാപ്പറമ്പിലേക്കുള്ള റോഡിന്റെ പണി ഏകദേശം പൂർത്തീകരിക്കാൻ പോവാണ് കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്. പക്ഷെ തെയ്യത്തുംകടവ് മുതൽ കൊടിയത്തൂർ അങ്ങാടി വരെയുള്ളതിൽ ചില ആളുകൾ 1-2 വ്യക്തികൾ വിട്ടുകൊടുക്കാത്ത ഒരു പ്രശ്നം കൊണ്ട് ഈ റോഡ് പണി ഇവിടെ സ്തംഭിച്ചിരിക്കുന്നു. എല്ലാ ഭാഗവും വികസനം വന്നപ്പോൾ ഇവിടെ ഇത് മുരടിച്ചിരിക്കുന്നതുകൊണ്ട് ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെ ഇത് സ്വയം വിട്ടുകൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചാണ്. അപ്പോൾ ആ വിട്ടുകൊടുക്കുന്നതിന് മറ്റ് സംവിധാനങ്ങൾ ചെയ്യാൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും, കക്ഷി രാഷ്ട്രീയ മത ഭേദമന്യേ എല്ലാ ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെ സഹായിക്കാനും വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെയും എൻ്റെ മകൻ്റെ സ്ഥലമാണ് ഇപ്പം എടുത്തിട്ടുള്ളത്. പിന്നെ കൊളായിൽ കുട്ടിയാക്ക എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ആണ്, ഒന്ന് ബഷീർ മാസ്റ്റർ, വേറെ 2-3 പേര് കൂടി ഉണ്ട്. ഈ റോഡിനരികിലുള്ള ആളുകൾ പൂർണ്ണമായി സൗജന്യമായി സ്ഥലം കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ റോഡിന് സ്ഥലം വിട്ടുകൊടുത്തത് മൂലം പൊളിച്ചു നീക്കേണ്ടി വന്ന മതിലുകൾ നിർമ്മിച്ചു കൊടുക്കാനും ബന്ധപ്പെട്ട അധികാരികളുമായും ജനകീയ സമിതിയും നാട്ടുകാരുമായും സംസാരിച്ചിട്ടുണ്ടെന്നും മതിൽ കെട്ടിക്കൊടുക്കാൻ നടപടിയുണ്ടാകുമെന്നും വാർഡ് മെമ്പർ TK അബൂബക്കർ പറഞ്ഞു. എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ 10 വർഷം മുമ്പ് തന്നെ എന്നെ സംബന്ധിച്ചോളം നമ്മൾ ആ സ്ഥലം കൊടുത്തിട്ടുണ്ട്. മോയിൻകുട്ടി സാഹിബ് MLA ആയിരിക്കുന്ന സമയത്ത് തന്നെ ഈ റോഡിൻ്റെ പദ്ധതി ആവിഷ്കരിക്കുകയും അന്ന് തന്നെ എൻ്റെ സ്ഥലം റെഡിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും പിന്നെ ഭൂരിഭാഗം ആൾക്കാരും സ്ഥലം തന്നു കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ആൾക്കാരുടെ സ്ഥലം കിട്ടാനുള്ളൂ. അപ്പോൾ ഇപ്പോൾ പണി തുടങ്ങിക്കഴിഞ്ഞാൽ, പൊളിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം കിട്ടുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. സ്ഥലം വിട്ടു നൽകുക മാത്രമല്ല, പറമ്പ് കൊത്തിക്കിളച്ച് റോഡിനോട് ചേർക്കാനും രംഗത്തിറങ്ങിയ ഭൂവുടമകൾ മാതൃകയാവുകയായിരുന്നു. ന്യൂസ് 18 കൊടിയത്തൂർ.
പാലക്കാട് പട്ടാമ്പി കൈരളി സ്വയം സഹായ സംഘവും പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കും സംയുക്തമായി കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം സംഘടിപ്പിച്ചു. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. പെരുമുടിയൂർ പുതിയ ഗേറ്റിന് സമീപമുള്ള സഹീർ ഹുസൈന്റെ കൃഷിയിടത്തിലാണ് വിളവെടുപ്പ് നടന്നത്. പഴവർഗ്ഗങ്ങളുടെ വിളവെടുപ്പ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് NB വിനയകുമാർ നിർവഹിച്ചു. ചിരങ്ങ, പയർ, ചീര, വഴുതന, മുളക്, വെണ്ട, മത്തൻ തുടങ്ങി പച്ചക്കറി ഇനങ്ങളും ക്ഷമാം, വിവിധ ഇനത്തിലുള്ള തണ്ണിമത്തൻ, ബട്ടർനട്ട് തുടങ്ങിയ പഴവർഗ്ഗങ്ങളുമാണ് കൃഷി ചെയ്യുന്നത്. പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിൻ്റെയും കൈരളി സ്വയം സഹായ സംഘത്തിൻ്റെയും സംയുക്തമായിട്ട് നടത്തുന്ന ഈ പച്ചക്കറി കൃഷി ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിലാണ് ഇവിടെ നടത്തി പോകുന്നത്. കാരണം ഒരു വിഷരഹിത പച്ചക്കറി ഇന്ന് ലഭിക്കുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ്. നമുക്ക് കടകളിൽ നിന്ന് മേടിക്കുന്ന പച്ചക്കറികളൊക്കെ നമുക്കറിയാം എത്രത്തോളം അതിൻ്റെ ഗുണമേന്മ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്വയം സഹായ സംഘങ്ങൾ ഇനിയും നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് ബാങ്ക് വളരെയധികം സഹായം നൽകുന്നുണ്ട്. ഇന്നറിയാൻ പത്തനംതിട്ട ജില്ലാ ശുചിത്വ മിഷനുമായി ചേർന്ന മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ യൂത്ത് വോളണ്ടിയേഴ്സായി മാർച്ച് 31 വരെ പ്രവർത്തിക്കുന്നതിന് യുവാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. സോഷ്യൽ വർക്ക്, കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് റിലേഷൻ കോഴ്സുകൾ പൂർത്തീകരിച്ചവർക്കും പഠിക്കുന്നവർക്കും മുൻഗണന. യാത്രാബത്ത, ടെലഫോൺ അലവൻസ് എന്നിവ നൽകും. ആലപ്പുഴ കെൽട്രോണിന്റെ എറണാകുളം സെന്ററിൽ കേരള നോളജ് എക്കോണമി മിഷനുമായി സഹകരിച്ച തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ആരംഭിക്കുന്നു. 20% വരെ സ്കോളർഷിപ്പ് കൂടിയാണ് പഠനം. ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുകയാണ്. അവസാന തീയതി മാർച്ച് 20. ആലപ്പുഴ ചെട്ടികുളങ്ങര മൃഗാശുപത്രിയിൽ ഇന്ന് രാവിലെ 9:30 മുതൽ 12 മണി വരെ 2 മാസം പ്രായമുള്ള മുട്ടക്കോഴിക്കുഞ്ഞിന്റെ ഒന്നിന് 120 രൂപ നിരക്കിൽ വിതരണം ചെയ്യും. ആവശ്യമുള്ളവർ ഇന്നേ ദിവസം രാവിലെ മൃഗാശുപത്രിയിൽ എത്തിച്ചേർന്നു. പത്തനംതിട്ട SBIയുടെ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ സൗജന്യ തയ്യൽ പരിശീലനം ആരംഭിക്കും. പരിശീലന കാലാവധി 30 ദിവസമാണ്. 18-നും 45-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലും ശംഖുമുഖം GV രാജ ഇൻഡോർ സ്റ്റേഡിയത്തിലും സംഘടിപ്പിക്കുന്ന സമ്മർ കോച്ചിംഗ് ക്യാമ്പിൽ പരിശീലനം നൽകുന്നതിന് റോളർ സ്കേറ്റിംഗ് പരിശീലകന്റെ താൽക്കാലിക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു. SSLC പാസ്സായ ദേശീയ സംസ്ഥാന മെഡൽ ജേതാക്കൾ, അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്തവർ, സായി സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉള്ളവർ എന്നിവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ 21-ന് രാവിലെ 11-ന് കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൽ നടക്കുന്ന വാക്കിൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. മലപ്പുറം ഒതുക്കുങ്ങൽ 33 kV സബ്സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം 5 വരെ ഒതുക്കുങ്ങൽ, മറ്റത്തൂർ 11 kV ഫീഡറുകളിൽ വൈദ്യുതി പൂർണ്ണമായും തടസ്സപ്പെടും. കോട്ടയം ജില്ലാ പഞ്ചായത്ത് ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് മുഖേന നടപ്പാക്കുന്ന ഭിന്നശേഷിക്കാർക്ക് ഇലക്ട്രോണിക് വീൽചെയർ നൽകുന്ന കൈത്താങ് പദ്ധതിയിലേക്ക് ഈ വീൽചെയർ വാങ്ങുന്നതിന് ഈ ടെൻഡർ ക്ഷണിച്ചു. മാർച്ച് 18-ന് ഉച്ചകഴിഞ്ഞ് 1 വരെ ഓൺലൈനായി ടെൻഡറുകൾ സ്വീകരിക്കും. മറ്റു വാർത്തകൾ നോക്കാം. പട്ടയ വിഷയത്തിൽ നടപടി ഉണ്ടാവാത്തതിനെ തുടർന്ന് വീണ്ടും സമരമുഖത്തേക്ക് ഇറങ്ങുകയാണ് ഇടുക്കി കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദി. ജലാശയത്തിന്റെ സമീപ മേഖലകളിൽ താമസിക്കുന്ന 3500ഓളം കുടുംബങ്ങളാണ് പതിറ്റാണ്ടുകളായി പട്ടയത്തിനായി കാത്തിരിക്കുന്നത്. കർഷകരോടുള്ള സർക്കാർ അവഗണന അതിരുകടക്കുന്നതായും കുടിയേറ്റ ജനതയോടുള്ള നീതിനിഷേധം ഇനിയും അംഗീകരിച്ച് നൽകാനാവില്ലെന്നുമാണ് കല്ലാർകുട്ടി പട്ടയ സംരക്ഷണ വേദിയുടെ നിലപാട്. ഇപ്പോൾ സർവേ നടപടികൾ ഏകദേശം കല്ലാർകുട്ടി കാച്ച്മെന്റ് ഏരിയയിൽ പൂർത്തീകരിക്കാൻ പോകുന്നുണ്ട് എങ്കിൽ കൂടി KEC ബോർഡിന്റെ ഉന്നത ഉദ്യോഗസ്ഥ തലത്തിൽ മേഖലയിലെ കൃഷിക്കാർക്ക് പട്ടയം നൽകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ രീതിയിലുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ സമരസമിതി ആശങ്കപ്പെടുകയാണ്. ഈ നില തുടർന്നാൽ ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഈ ഒരു സാഹചര്യം വളരെ ആശങ്കയുണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ സർവേ നടപടികൾ കഴിയുന്നത് കൂടാതെ പട്ടയത്തിനുള്ള ആപ്ലിക്കേഷൻസ് വില്ലേജ് ഓഫീസിൽ 10 ജിന് പുറത്തുള്ള കൃഷിക്കാരുടെ പട്ടയത്തിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വില്ലേജ് ഓഫീസിൽ സ്വീകരിക്കുമ്പോൾ കാച്ച്മെന്റ് ഏരിയ പ്രദേശത്തെ കൃഷിക്കാരുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നില്ല എന്നുള്ള വാർത്തകളും ഞങ്ങൾ സമരസമിതി വളരെ ആശങ്കയോടെയാണ് കാണുന്നത്. ഈ ഇലക്ഷൻ കാലഘട്ടങ്ങളൊക്കെ കടന്നു വരുമ്പോൾ പ്രദേശത്തെ കൃഷിക്കാർക്ക് പട്ടയം ലഭിച്ചിട്ടില്ല എന്നുള്ളതും ഈ തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന ഈ ഗൂഢാലോചനകളും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല.
ഇതോടെ സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഉണ്ടാക്കിയത്